വിശുദ്ധീകരിക്കട്ടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, അങ്ങനെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ചുങ്കക്കാരനായ ദേവിയെ വിളിക്കുന്ന വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. പാപത്തിൽ മുഴുകിയും സമൂഹത്താൽ തള്ളിക്കളയുകയും ചെയ്ത ലേവിയുടെ ജീവിതത്തിലേക്ക് ഒരു പുത്തൻ പ്രകാശവുമായി യേശുനാഥൻ കടന്നു ചെല്ലുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു വലിയ മാറ്റമാണ് ലേവിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ലേവിയിൽ നിന്നും മത്തായിലേക്കുള്ള ഒരു വലിയ മാറ്റങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയിലുള്ള മാറ്റം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നാം എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാം. അതോടൊപ്പം ദൈവവിളിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവിളികൾ ധാരാളം ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്നേഹമാണ് ഓരോ ദൈവവിളി. വിശുദ്ധ മദർ തെരേസ പറയുന്നു, ദൈവവിളി എന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്, അത് ഒരു ജോലിയായി തെറ്റിദ്ധരിക്കുന്നു പലരും. ഈ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ധാരാളം ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കണമെന്ന് നല്ല തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാലഘട്ടം ജീവിച്ചു തീർക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.